ഓം ശാന്തി 3/3/2026 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, നിങ്ങൾ രൂപ് ബസന്താണ്. നിങ്ങളുടെ വായിൽ നിന്ന് സദാ ജ്ഞാനരത്നങ്ങൾ മാത്രം വീഴണം. പുതിയവർ വരുമ്പോൾ അവർക്ക് ബാബയുടെ പരിചയം കൊടുക്കൂ. ചോദ്യം: തന്റെ അവസ്ഥ ഏകരസമാക്കി മാറ്റാനുള്ള സാധന എന്താണ്? ഉത്തരം: കൂട്ടുകെട്ട് സൂക്ഷിക്കൂ. എന്നാൽ അവസ്ഥ ഏകരസമായി മാറിക്കൊണ്ടിരിക്കും. എപ്പോഴും നല്ല സേവാധാരികളായ വിദ്യാർത്ഥികളുമായി കൂട്ടുകൂടണം. അഥവാ ആരെങ്കിലും ജ്ഞാനയോഗത്തിൻ്റേതല്ലാതെ തലകീഴായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വായിലൂടെ രത്നങ്ങൾക്ക് പകരം കല്ലുകളാണ് വീഴുന്നതെങ്കിൽ അവരുടെ സംഘത്തിൽ നിന്ന് എപ്പോഴും സ്വയത്തെ സംരക്ഷിക്കണം. ഗീതം: രാത്രിയിലെ യാത്രക്കാരാ, ക്ഷീണിക്കരുത്. ഓം ശാന്തി. ജ്ഞാനവും വിജ്ഞാനവും, ഇതിനെയാണ് അല്ലാഹുവും സമ്പത്തും എന്ന് പറയുന്നത്. ബാബ അല്ലാഹുവിൻ്റെയും സമ്പത്തിൻ്റെയും, അതായത് ചക്രവർത്തി പദവിയുടെയും ജ്ഞാനമാണ് നൽകുന്നത്. ഡൽഹിയിൽ വിജ്ഞാന ഭവനമുണ്ട്, എന്നാൽ ആർക്കും അതിൻ്റെ അർത്ഥം അറിയില്ല. നിങ്ങൾ കുട്ടികൾക്കറിയാം, ജ്ഞാന വിജ്ഞാനമെന്നാൽ ജ്ഞാനവും യോഗവുമാണ്. യോഗത്തിലൂടെയാണ് നമ്മൾ പവിത്രമായി മാറുന്നത്. ജ്ഞാനത്തിലൂടെ നമ്മുടെ വസ്ത്രത്തിന് നിറം പകരുന്നു. നമ്മൾ മുഴുവൻ ചക്രത്തെയും അറിയുന്നു. ഓർമ്മയുടെ യാത്ര ചെയ്യാനും കൂടിയാണ് ഈ ജ്ഞാനം ലഭിക്കുന്നത്. മനുഷ്യരൊന്നും യോഗത്തിനായുള്ള ജ്ഞാനം നൽകുന്നില്ല. അവർ സ്ഥൂലമായ ഡ്രില്ലുകളാണ്, അതായത് ശാരീരിക അഭ്യാസമാണ് പഠിപ്പിക്കുന്നത്. ഇതാണ് സൂക്ഷ്മവും മുഖ്യവുമായ കാര്യം. ഗീതവും അതിനോടനുബന്ധിച്ചാണ് വെക്കുന്നത്. ബാബ പറയുന്നു, അല്ലയോ കുട്ടികളെ, അല്ലയോ മൂലവതനത്തിലെ യാത്രക്കാരെ, പതീത പാവനനായ ബാബ തന്നെയാണ് സർവരുടെയും സദ്ഗതി ദാതാവ്. ബാബ മാത്രമാണ് എല്ലാവർക്കും വീട്ടിലേക്ക് പോകാനുള്ള വഴി പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് മനുഷ്യർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് വരുന്നത്. ആരുടെ അടുത്താണ് വരുന്നത്? പ്രജാപിത ബ്രഹ്മകുമാർ കുമാരിമാരുടെ അടുത്താണ് വരുന്നത്. അതിനാൽ നിങ്ങൾ അവരോട് ചോദിക്കണം, നിങ്ങൾ ആരുടെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത് എന്ന്. മനുഷ്യർ സന്യാസിമാരുടെയും മഹാത്മാക്കളുടെയും അടുത്താണ് പോകുന്നത്. അവരുടെ പേരും മഹാത്മാജി എന്നാണ്. ഇവിടെ പേര് തന്നെ പ്രജാപിത ബ്രഹ്മകുമാർ കുമാരി എന്നാണ്. പ്രജാപിത ബ്രഹ്മകുമാർ കുമാരിമാർ ഒരുപാടുണ്ട്. ആരുടെ അടുത്തേക്കാണ് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ അവരോട് ചോദിക്കണം. പ്രജാപിത ബ്രഹ്മാവ് നിങ്ങളുടെ ആരാണ്? അത് എല്ലാവരുടെയും അച്ഛനാണ്. ചിലർ പറയാറുണ്ട്, താങ്കളുടെ മഹാത്മാജിയുടെ അഥവാ ഗുരുജിയുടെ ദർശനം വേണമെന്ന്. പറയൂ, നിങ്ങൾ എങ്ങനെയാണ് ഗുരു എന്ന് പറയുന്നത്? പേര് തന്നെ പ്രജാപിത ബ്രഹ്മകുമാരി എന്നാണെങ്കിൽ ബ്രഹ്മാവ് അച്ഛനായില്ലേ? അല്ലാതെ ഗുരുവല്ല. പ്രജാപിത ബ്രഹ്മകുമാരൻ കുമാരി എന്നാൽ തന്നെ അതിനർത്ഥം ഇവർക്ക് അച്ഛനുണ്ടെന്ന് ആണ്. ബ്രഹ്മാവ് നിങ്ങളുടെയും അച്ഛനാണ്. പറയൂ, നാം ബ്രഹ്മകുമാർ കുമാരിമാരുടെ അച്ഛനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. പ്രജാപിതാവ് എന്ന പേര് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത്രയും അധികം കുട്ടികളും പേരക്കുട്ടികളുമുണ്ട്. അച്ഛനെ അറിഞ്ഞാൽ മാത്രമേ പരിധിയില്ലാത്ത അച്ഛനെന്ന് മനസ്സിലാകുകയുള്ളൂ. പ്രജാപിത ബ്രഹ്മാവിനും അച്ഛൻ തീർച്ചയായും ആരെങ്കിലും ഉണ്ടായിരിക്കും. അതിനാൽ ആരെങ്കിലും വരുമ്പോൾ ചോദിക്കണം, ആരുടെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്? ബോർഡിൽ എന്താണ് എഴുതിയിട്ടുള്ളത്? ഇത്രയും അധികം സെന്ററുകൾ ഉണ്ടല്ലോ. ഇത്രയും ബ്രഹ്മകുമാർ കുമാരിമാരുണ്ടെങ്കിൽ തീർച്ചയായും അച്ഛനും ഉണ്ടായിരിക്കും. ഗുരുവായിരിക്കാൻ സാധിക്കില്ലല്ലോ.
ആദ്യം ബുദ്ധിയിൽ ഇത് വീടാണെന്ന് മനസ്സിലാക്കണം. ഒരു കുടുംബത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ പ്രജാപിത ബ്രഹ്മാവിന്റെ സന്താനമാണെങ്കിൽ തീർച്ചയായും നിങ്ങളും അവരുടെ സന്താനങ്ങളായിരിക്കും. ശരി, ബ്രഹ്മാവ് ആരുടെ കുട്ടിയാണ്? ബ്രഹ്മാവ് വിഷ്ണു ശങ്കരന്റെ രചയിതാവ്, തീർച്ചയായും പരമപിത പരമാത്മാവാകുന്ന ശിവനാണ്. ബാബ ബിന്ദുവാണ്. പേര് ശിവനെന്നാണ്. ബ്രഹ്മാവ് നമ്മുടെ ദാതയാണ്. നിങ്ങൾ ആത്മാക്കളും ശിവന്റെ സന്താനമാണ്. ബ്രഹ്മാവിന്റെയും സന്താനമാണ് നിങ്ങൾ. അതിനാൽ നിങ്ങൾ പറയൂ, നമുക്ക് ബാബ്ദാദയെ കാണാൻ ആഗ്രഹമുണ്ടെന്ന്. അവരുടെ ബുദ്ധി ബാബയിലേക്ക് പോകുന്ന തരത്തിൽ മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ ആരുടെ അടുത്തേക്കാണ് വന്നിരിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കണം. പ്രജാപിത ബ്രഹ്മാവ് നമ്മുടെ അച്ഛനാണ്. ബാബ സർവാത്മാക്കളുടെയും അച്ഛനാണ്. അതിനാൽ നമ്മൾ ആരുടെ അടുത്താണ് വന്നിരിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. ഞങ്ങൾ ശിവബാബയുടെ സന്താനങ്ങളാണ് എന്നവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ യുക്തിയോടുകൂടി പറഞ്ഞു കൊടുക്കണം. ഇത് ഒരു കുടുംബമാണ്. അവർക്ക് ബാബയുടെയും ദാദയുടെയും പരിചയം ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും, സർവരുടെയും സദ്ഗതി ദാതാവ് നിരാകാരനായ അച്ഛനാണ്. ശിവബാബ പ്രജാപിത ബ്രഹ്മാവിലൂടെ എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നു. നിരാകാരനെയാണ് എല്ലാവരും വിളിക്കുന്നത്. കാണുന്നുണ്ടല്ലോ എത്ര കുട്ടികളാണ് ബാബയിൽ നിന്ന് സമ്പത്തെടുക്കാൻ വരുന്നത്. ആദ്യം അവർക്ക് ബാബയുടെ പരിചയം കൊടുക്കണം. അപ്പോൾ അവർ മനസ്സിലാക്കും, ഞങ്ങൾ ബാബ്ദാദയെ കാണാനാണ് വന്നിരിക്കുന്നത്. പറയൂ, നമ്മൾ അവരെ ബാബ്ദാദ എന്നാണ് പറയുന്നത്. ജ്ഞാനസാഗരനും പതീത പാവനനും ശിവബാബയാണല്ലോ. പിന്നീട് മനസ്സിലാക്കി കൊടുക്കണം, സർവരുടെയും സദ്ഗതി ദാതാവാകുന്ന ഭഗവാൻ നിരാകാരനാണ്, ജ്ഞാനത്തിന്റെ സാഗരനാണ്. ബ്രഹ്മാവിലൂടെ പരിധിയില്ലാത്ത സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ബ്രഹ്മകുമാർ കുമാരിമാരും ശിവബാബയുടെ സന്താനങ്ങളാണെന്ന് അവർ മനസ്സിലാക്കണം. ബാബ തന്നെയാണ് എല്ലാവരുടെയും അച്ഛൻ. ഭഗവാൻ ഒന്നാണ്. ഭഗവാൻ തന്നെയാണ് ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന നടത്തുന്നത്. സ്വർഗത്തിന്റെ രചയിതാവും എല്ലാവരുടെയും അച്ഛനും ടീച്ചറും ഗുരുവും ആണ്. സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിന്റെ രഹസ്യം മനസ്സിലാക്കി തരുന്നു. അർത്ഥം ത്രികാലദർശികളാക്കി മാറ്റുന്നു. ആരെ കാണുകയാണെങ്കിലും അവർ മനസ്സിലാക്കാൻ യോഗ്യതയുള്ളവരാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ആദ്യം ചോദിക്കൂ, നിങ്ങൾക്ക് എത്ര അച്ഛനുണ്ട്? ലൗകികവും പാരലൗകികവും. അച്ഛൻ എങ്ങനെ സർവവ്യാപിയാകും? ലൗകിക അച്ഛനിൽ നിന്ന് ഇന്ന സമ്പത്ത് ലഭിക്കുന്നു, പാരലൗകിക അച്ഛനിൽ നിന്ന് ഈ സമ്പത്ത് ലഭിക്കുന്നു. പിന്നെങ്ങനെ അവരെ സർവവ്യാപി എന്ന് പറയാൻ സാധിക്കും? ഈ വാക്ക് പ്രത്യേകം കുറിച്ചുവെച്ച് ധാരണ ചെയ്യൂ. ഇത് തീർച്ചയായും മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങളാണ് മനസ്സിലാക്കി കൊടുക്കുന്നവർ. ഇത് വീടാണ്. ഇവിടെ നമ്മുടെ ഗുരുവല്ല. ഇവരെല്ലാം ബ്രഹ്മകുമാർ കുമാരിമാരാണെന്ന് കാണുന്നുണ്ട്. സർവരുടെയും സദ്ഗതി ദാതാവാകുന്ന ശിവബാബ തന്നെയാണ് നമുക്ക് സമ്പത്ത് നൽകുന്നത്. ബ്രഹ്മാവിനെ സർവരുടെ സദ്ഗതി ദാതാവെന്നും പതീത പാവനനെന്നും മുക്തി ദാതാവെന്നും പറയാൻ സാധിക്കില്ല. ഇത് ശിവബാബയുടെ തന്നെ മഹിമയാണ്. ആരെല്ലാം വരുന്നുവോ അവർക്ക് മനസ്സിലാക്കി കൊടുക്കൂ, ഇവർ എല്ലാവരുടെയും ബാബ്ദാദയാണ്. ബാബ തന്നെയാണ് സ്വർഗത്തിന്റെ രചയിതാവ്. ബ്രഹ്മാവിലൂടെ വിഷ്ണുപുരി സ്ഥാപിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ ആർക്കെങ്കിലും മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ പിന്നീട് ബാബയുടെ അടുത്ത് വരേണ്ട ആവശ്യമുണ്ടായിരിക്കില്ല. അവർക്ക് അതൊരു ശീലമായി മാറി. ഗുരുജിയുടെ ദർശനം ചെയ്യണമെന്ന് പറയും. ഭക്തിമാർഗത്തിൽ ഗുരുവിന്റെ മഹിമ ഒരുപാട് പാടാറുണ്ട്.
വേദശാസ്ത്രങ്ങളും യാത്രയുമെല്ലാം ഗുരുക്കന്മാർ തന്നെയാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം, ഒരിക്കലും മനുഷ്യനെ ഗുരുവെന്ന് പറയാൻ സാധിക്കില്ല. നമ്മൾ ബ്രഹ്മാവിനെ പോലും ഗുരു എന്ന് പറയുന്നില്ല. സദ്ഗുരു ഒന്നാണ്. ഒരു മനുഷ്യനും ജ്ഞാനത്തിന്റെ സാഗരനായി മാറാൻ സാധിക്കില്ല. ഇവിടെ നമുക്ക് ജ്ഞാനത്തിന്റെ സാഗരനായ ബാബയാണ് പഠിപ്പിക്കുന്നത്. ഇത് ആധ്യാത്മിക ജ്ഞാനമാണ്. ബ്രഹ്മ, വിഷ്ണു, ശങ്കരനെ ഒരിക്കലും ജ്ഞാനത്തിന്റെ സാഗരനെന്ന് പറയാൻ സാധിക്കില്ല. പിന്നെങ്ങനെ മനുഷ്യനെ പറയാൻ സാധിക്കും? ഒരു മനുഷ്യനും ജ്ഞാനത്തിന്റെ അധികാരിയാകാൻ സാധിക്കില്ല. ശാസ്ത്രങ്ങളുടെ അധികാരിയെന്നും പറയുന്നത് പരംപിത പരമാത്മാവിനെ തന്നെയാണ്. പരംപിത പരമാത്മാവ് ബ്രഹ്മാവിലൂടെയാണ് എല്ലാ വേദശാസ്ത്രങ്ങളുടെയും സാരം മനസ്സിലാക്കി തരുന്നതെന്ന് കാണിക്കുന്നുണ്ട്. ബാബ പറയുന്നു, എന്നെ ആർക്കും അറിയുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് സമ്പത്ത് ലഭിക്കുന്നത്? പരിധിയില്ലാത്ത സമ്പത്ത് പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ ബ്രഹ്മ ബാബ എന്താണ് ചെയ്യുന്നത്? ഹോളിയും ധുരിയയുമാണ്. ജ്ഞാനവും വിജ്ഞാനവും രണ്ട് വാക്കുകളാണ്. മന്മനാഭവയുടെയും ജ്ഞാനം നൽകുന്നു. എന്നെ ഓർമ്മിക്കൂ, എന്നാൽ നിങ്ങളുടെ വികർമ്മമെല്ലാം വിനാശമാകും. അതിനാൽ ഈ ജ്ഞാനവും വിജ്ഞാനവും എന്നത് ഹോളിയും ധുരിയയുമാണ്. ബ്രാക്കറ്റിൽ വടക്കേ ഇന്ത്യയിൽ ആചരിക്കുന്ന ഒരു ചടങ്ങാണ് ധുരിയ. മനുഷ്യർക്ക് ജ്ഞാനമില്ലാത്തത് കാരണം അവർ പരസ്പരം മുഖത്ത് പൊടിയെറിയുന്നു. പക്ഷെ ഇതിലൂടെ ആർക്കും ഗതിയോ സദ്ഗതിയോ ഉണ്ടാകുന്നില്ല. പൊടി തന്നെയാണ് മുഖത്തിടുന്നത്. ആർക്കും ജ്ഞാനത്തിന്റെ മൂന്നാമത്തെ നേത്രമില്ല. ഇപ്പോൾ നിങ്ങൾ ആത്മാക്കൾക്ക് ജ്ഞാനത്തിന്റെ മൂന്നാം നേത്രം ലഭിച്ചിരിക്കുകയാണ്. ബാബയിൽ നിന്നുമുള്ള സമ്പത്ത് പ്രാപ്തമാക്കാനുള്ള നിർദ്ദേശമാണ് നിങ്ങൾ കുട്ടികൾക്ക് നൽകേണ്ടത്. ഈ സമ്പത്ത് ബ്രഹ്മാവിലൂടെയാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. മറ്റാരിലൂടെയും ലഭിക്കില്ല. എല്ലാ സെന്ററുകളിലും പ്രജാപിത ബ്രഹ്മകുമാർ കുമാരി എന്നെഴുതി വെച്ചിട്ടുണ്ട്. അഥവാ ഗീതാ പാഠശാല എന്നെഴുതുകയാണെങ്കിൽ സാധാരണ കാര്യമായി മാറി. ഇപ്പോൾ നിങ്ങളും BK എന്നെഴുതൂ. അപ്പോൾ മാത്രമേ ബാബയുടെ പരിചയം നൽകാൻ സാധിക്കൂ. മനുഷ്യർ BKയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ പേടിക്കുന്നു. അതുകൊണ്ടാണ് ഗീതാ പാഠശാല എന്ന പേര് എഴുതുന്നത്. എന്നാൽ ഇതിൽ പേടിക്കേണ്ട കാര്യമില്ല. പറയൂ, ഇത് വീടാണ്. ആരുടെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഈ എല്ലാവരുടെയും അച്ഛനാണ് പ്രജാപിത ബ്രഹ്മ. ഭാരതവാസികൾ പ്രജാപിത ബ്രഹ്മാവിനെയാണ് അംഗീകരിക്കുന്നത്. ക്രിസ്ത്യാനികളും മനസ്സിലാക്കുന്നുണ്ട്. മനുഷ്യ വംശാവലിയുടെ ആദിദേവൻ വന്നുപോയി എന്ന്. ബാബ ബ്രഹ്മാവിലൂടെ ആദി സനാതന ദേവി ദേവതാ ധർമ്മം സ്ഥാപിച്ചു. ബ്രഹ്മ ബാബ മുത്തുമുത്തശ്ശനാണ്. ആദ്യം ബാബയുടെ പരിചയം നൽകണം. വരുന്നവരും പറയുന്നു, ഞങ്ങൾ താങ്കളുടെ ബാബയുമായി കൂടിക്കാഴ്ച നടത്തുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പറയണം, സമ്പത്ത് ലഭിക്കുന്നത് ശിവബാബയിൽ നിന്നുമാണ്, അല്ലാതെ ബ്രഹ്മാവിൽ നിന്ന് അല്ല. നിങ്ങളുടെ അച്ഛൻ ആരാണ്? ഗീതയുടെ ഭഗവാൻ ആരാണ്? ആദി സനാതന ദേവി ദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന ആരാണ് നിർവഹിച്ചത്? പിതാവ് എന്ന പേര് പറയുന്നതിലൂടെ മനസ്സിലാക്കുന്നു, ഈ ബ്രഹ്മകുമാർ കുമാരിമാർ ശിവബാബയുടെ സന്താനങ്ങളാണ് എന്ന്. ശിവനിൽ നിന്ന് ബ്രഹ്മാവിലൂടെയാണ് ഗതിയുടെയും സദ്ഗതിയുടെയും സമ്പത്ത് ലഭിക്കുന്നത്. ബാബ തന്നെയാണ് ഈ സമയത്ത് നമുക്ക് മുക്തി, ജീവൻ മുക്തി നൽകുന്നത്. ബാക്കി എല്ലാവരും മുക്തിധാമത്തിലേക്ക് പോകുന്നു. ഈ ജ്ഞാനം നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. ആര് വന്നാലും അവർക്ക് പറഞ്ഞു കൊടുക്കണം, ആരെ കാണാനാണ് വന്നിരിക്കുന്നത്. ബ്രഹ്മാവ് നിങ്ങളുടെയും ഞങ്ങളുടെയും അച്ഛനാണ്. ഗുരുവോ സന്യാസിയോ അല്ല. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് മാത്രമേ അറിയൂ.
ബാബ നമ്മെ ജ്ഞാനമാകുന്ന നിറത്താൽ വസ്ത്രം അലങ്കരിക്കുന്നു. ആത്മാവ് ഈ ശരീരമാകുന്ന വസ്ത്രത്തിനുള്ളിലല്ലേ? ആത്മാവ് പവിത്രമാകുന്നതിലൂടെ ശരീരവും പവിത്രമായത് ലഭിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ശരീരം പവിത്രമല്ല. ഈ ശരീരം നശിക്കാനുള്ളതാണ്. ശരീരത്തെ ഗംഗാസ്നാനം ചെയ്യിക്കുന്നുണ്ടെങ്കിലും പതിതപാവനൻ ബാബയല്ലാതെ മറ്റാരും തന്നെയില്ല. ആത്മാവാണ് പതിതമാകുന്നത്. അപ്പോൾ വെള്ളത്തിൽ സ്നാനം ചെയ്യുന്നതിലൂടെ ഒരിക്കലും ആത്മാവ് പാവനമാകുന്നില്ല. പക്ഷെ ഇതൊന്നും ആർക്കും തന്നെ അറിയില്ല. മറ്റുള്ള മനുഷ്യർ ആത്മാവ് തന്നെ പരമാത്മാവ് എന്നാണ് പറയുന്നത്. ആത്മാവ് നിർലേപമാണ് എന്നാണ് പറയുന്നത്. ആരാണോ വിവേകശാലികളായ കുട്ടികൾ, അവർക്ക് മാത്രമേ ഇത് ധാരണ ചെയ്യാനും ചെയ്യിപ്പിക്കാനും സാധിക്കൂ. ഏത് കുട്ടികളുടെ വായിലൂടെയാണോ സദാ ജ്ഞാനരത്നങ്ങൾ മാത്രം വീഴുന്നത്, അവരാണ് രൂപ് ബസന്ത്. ജ്ഞാനയോഗത്തെക്കുറിച്ചല്ലാതെ മറ്റെന്തെങ്കിലും പരസ്പരം ചർച്ച ചെയ്യുകയാണെങ്കിൽ കല്ലുകൾ എറിയുന്നതിന് സമാനമാണ്. സേവനത്തിന് പകരം ഡിസർവീസ് ആണ് ചെയ്യുന്നത്. 63 ജന്മങ്ങൾ പരസ്പരം കല്ലുകൾ എറിഞ്ഞു. ഇപ്പോൾ ബാബ പറയുന്നു, നിങ്ങൾ പരസ്പരം ജ്ഞാനയോഗത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ഹൃദയത്തെ സന്തുഷ്ടമാക്കി വെക്കണം. വ്യർത്ഥ സംഭാഷണങ്ങൾ കേൾക്കാൻ പാടില്ല. ഇത് ജ്ഞാനമല്ലേ? മുഴുവൻ ലോകത്തിലുള്ളവരും കല്ലുകൾ, അതായത് വ്യർത്ഥം തന്നെയാണ് എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ രൂപ് ബസന്താണ്. നിങ്ങൾ ജ്ഞാനയോഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ കേൾക്കരുത്, കേൾപ്പിക്കരുത്. തലകീഴായ കാര്യങ്ങൾ സംസാരിക്കുന്നവരുടെ സംഘം തന്നെ മോശമാണ്. ആരാണോ വളരെയധികം സേവനം ചെയ്യുന്നത്, അവരുടെ സംഘം മാത്രമാണ് നമ്മെ ഉയർത്തുന്നത്. ചില ബ്രാഹ്മണർ രൂപ ബസന്താണ്. ചിലർ ബ്രാഹ്മണരായി പിന്നീട് തലകീഴായ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവരുടെ സംഘം ധാരാളം നഷ്ടമുണ്ടാക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ളവരുമായി കൂട്ടുകൂടരുത്. ബാബ ഇടയ്ക്കിടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒരിക്കലും പരസ്പരം തലകീഴായ കാര്യങ്ങൾ സംസാരിക്കരുത്. ഇല്ലെങ്കിൽ അവനവന്റെയും മറ്റുള്ളവരുടെയും സത്യനാശം സംഭവിക്കുകയും പദവി നഷ്ടമാകുകയും ചെയ്യുന്നു. ബാബ എത്ര സഹജമായിയാണ് മനസ്സിലാക്കി തരുന്നത്. സേവനത്തിനായി താൽപ്പര്യമുണ്ടായിരിക്കണം. ബാബ, ഞങ്ങൾ പോയി വളരെയധികം പേർക്ക് ഈ ജ്ഞാനം മനസ്സിലാക്കി കൊടുക്കാം. അവരാണ് ബാബയുടെ സത്യമായ കുട്ടികൾ. സേവാധാരി കുട്ടികളുടെ മഹിമ ബാബ പാടുന്നു. അവരുമായി കൂട്ടുകൂടണം. ആരെല്ലാമാണ് നല്ല കുട്ടികളുമായി കൂട്ടുകൂടുന്നത്, ആരുമായി എല്ലാം കൂട്ടുകൂടണമെന്ന് ബാബയോട് ചോദിക്കുകയാണെങ്കിൽ ബാബയ്ക്ക് പറഞ്ഞു തരാൻ സാധിക്കും. ആർക്കാണ് ബാബയുടെ ഹൃദയത്തിൽ സ്ഥാനമുള്ളതെന്നും പെട്ടെന്ന് പറയാൻ സാധിക്കുന്നു. സേവാധാരി കുട്ടികളോട് ബാബയ്ക്കും ബഹുമാനമുണ്ട്. ചിലർക്ക് സേവനം പോലും ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ വളരെയധികം പേരുടെ സംഘം മോശമായതിലൂടെ അവരുടെ അവസ്ഥയിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നുണ്ട്. ചിലർ സ്ഥൂലമായ സേവനത്തിൽ നല്ലതാണ്. അവർക്ക് നല്ല സമ്പത്ത് ലഭിക്കുന്നു. അല്ലാഹുവിനെക്കുറിച്ചും ചക്രവർത്തി പദവിയെക്കുറിച്ചും മനസ്സിലാക്കി കൊടുക്കുക എന്നത് എളുപ്പമാണ്. ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ എന്ന് ആരോട് വേണമെങ്കിലും പറഞ്ഞോളൂ. 2 വാക്കുകൾ മാത്രമേ ഉള്ളൂ, അല്ലാഹുവും സമ്പത്തും. ഇത് വളരെ സഹജമാണ്. ആര് വരികയാണെങ്കിലും അവരോട് ഇത്രമാത്രം പറയൂ, ബാബയുടെ നിർദ്ദേശമാണ്, ആത്മാവാണെന്ന് മനസ്സിലാക്കി ഓർമ്മിക്കൂ. ഏറ്റവും വലിയ നേട്ടം ഇതിലാണ്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ സമ്പത്ത് ലഭിക്കും. ഓരോ സെന്ററിലും ഇങ്ങനെ നമ്പർ ക്രമത്തിലുള്ള കുട്ടികളാണ്. ചിലർക്ക് വിശദീകരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഓർമ്മിക്കാൻ മാത്രം പറയൂ. കൽപ്പം മുൻപും ബാബ പറഞ്ഞിരുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ.
മറ്റൊരു ദേഹധാരിയായ ദേവതകളെയും ഓർമ്മിക്കരുത്. ബാക്കി പരചിന്തനത്തിന്റെ കാര്യങ്ങൾ ഇന്നയാൾ ഇതു പറഞ്ഞു, ഇവർ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടരുത്. ബാബ നിങ്ങൾക്ക് ഹോളിയും ദുരിയയെക്കുറിച്ചും കേൾപ്പിച്ചു. ഹോളിയിൽ നിറം പകരുക എന്നത് ആസുരീയ മനുഷ്യരുടെ കർത്തവ്യമാണ്. മറ്റുള്ളവർ ആരുടെയെങ്കിലും ഗ്ലാനി കേൾപ്പിക്കുകയാണെങ്കിൽ കേൾക്കരുത്. ബാബ എത്ര നല്ല കാര്യങ്ങളാണ് കേൾപ്പിക്കുന്നത്. മന്മനാഭവ മധ്യാജി ഭവ. ആര് വരികയാണെങ്കിലും അവർക്ക് മനസ്സിലാക്കി കൊടുക്കൂ, ശിവബാബ എല്ലാവരുടെയും അച്ഛനാണ്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എന്നാൽ സ്വർഗത്തിന്റെ സമ്പത്ത് ലഭിക്കും. ഗീതയുടെ ഭഗവാനും ശിവബാബയാണ്. മരണം തൊട്ടു മുന്നിൽ നിൽക്കുകയാണ്. അതിനാൽ നിങ്ങൾ കുട്ടികളുടെ ജോലിയാണ് സേവനം ചെയ്യുക എന്നത്. ബാബയുടെ സ്മൃതി ഉണർത്തിക്കൊടുക്കുക. ഇതാണ് മഹാമന്ത്രം. ഇതിലൂടെയാണ് രാജധാനിയുടെ തിലകം ലഭിക്കുക. എത്ര സഹജമായ കാര്യമാണ്. ബാബയെ ഓർമ്മിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ തോണി അക്കരയെത്തും. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. വിവേകശാലിയായി മാറി എല്ലാവർക്കും ബാബയുടെ പരിചയം നൽകണം. വായിലൂടെ ഒരിക്കലും കല്ലുപോലെയുള്ള വാക്കുകൾ വരുത്തി ഡിസർവീസ് ചെയ്യരുത്. ജ്ഞാനയോഗത്തെക്കുറിച്ചല്ലാതെ മറ്റൊരു ചർച്ചയും ചെയ്യരുത്. 2. ആരാണോ രൂപ് ബസന്ത് സേവാധാരികൾ അവരുമായി മാത്രം കൂട്ടുകൂടണം. തലകീഴായ കാര്യങ്ങൾ കേൾപ്പിക്കുന്നവരുടെ സംഘത്തിൽ ചേരരുത്. വരദാനം: ജ്ഞാനത്തിലൂടെ രാവണന്റെ ബഹുരൂപങ്ങളെ അറിഞ്ഞ് അതിൻ്റെ ആകർഷണത്തിൽ നിന്നും മുക്തമായിരിക്കുന്ന ധൈര്യശാലിയായി ഭവിക്കട്ടെ. ഏതു കുട്ടികളാണോ ജ്ഞാനത്തിലൂടെ രാവണന്റെ ബഹുരൂപങ്ങളെ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കുന്നത്, അവർക്ക് മുന്നിൽ അവ സമീപത്തു പോലും വരികയില്ല. സ്വർണത്തിൻ്റെയോ വജ്രത്തിൻ്റെയോ രൂപം ധാരണ ചെയ്യട്ടെ, എന്നാൽ അതിൻ്റെ ആകർഷണത്തിൽ വരികയില്ല. ഇങ്ങനെയുള്ള സത്യമായ സീതമാറായി രേഖയ്ക്കുള്ളിൽ കഴിയുന്നതിനുള്ള ലക്ഷ്യം വെച്ച് ധൈര്യശാലിയാകൂ. പിന്നീട് ഈ രാവണന്റെ ബഹുസേന യുദ്ധം ചെയ്യുന്നതിന് പകരം താങ്കളുടെ സഹയോഗിയായി മാറും. പ്രകൃതിയുടെ 5 തത്വങ്ങളും 5 വികാരങ്ങളും ട്രാൻസ്ഫറായി താങ്കളുടെ സേവനത്തിനായി വരും. സ്ലോഗൻ: സേവനങ്ങളിൽ സഫലത പ്രാപ്തമാകണമെങ്കിൽ വിനയചിത്തത്തിൻ്റെ വിശേഷത ധാരണ ചെയ്യൂ. അവ്യക്ത സൂചന: നിശ്ചയത്തിൻ്റെ അടിത്തറ ശക്തമാക്കി സദാ നിർഭയരും നിശ്ചിന്തരുമായിരിക്കൂ. വിജയിയാകാനുള്ള അടിത്തറയാണ് നിശ്ചയം. അടിത്തറ ഉറച്ചതെങ്കിൽ കെട്ടിടം ഇളകുകയില്ല, നിശ്ചിന്തമായിരിക്കും. അഥവാ അടിത്തറ പാകപ്പെടാത്തതാണ് എങ്കിൽ അല്പം എന്തെങ്കിലും കൊടുങ്കാറ്റ് വന്നാൽ തന്നെ, അല്പം എന്തെങ്കിലും ഭൂമി കുലുങ്ങിയാൽ ഭയമുണ്ടാകും. എൻ്റെ കെട്ടിടം വീഴല്ലേ, തകരല്ലേ. എന്നാൽ നിശ്ചയത്തിൻ്റെ അടിത്തറ ഉറച്ചതെങ്കിൽ നിർഭയവും നിശ്ചിന്തവും ആയിരിക്കും. ഓം ശാന്തി.